രാജ്യത്തിന്റെ പരമാധികാരത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മേൽ വിദേശ IT ഭീമന്മാർ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ഭാരതത്തിന്റെ പാർലമെന്ററി സമിതി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് വീഡിയോ തടഞ്ഞുവെച്ച സംഭവത്തിൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മെറ്റയുടെ നീക്കത്തിന് പാർലമെന്ററി സമിതി തടയിട്ടു. കേവലം ഒരു മാപ്പപേക്ഷയിൽ ഒതുങ്ങുന്നതല്ല വിഷയമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കടുത്ത നിയമ നടപടി വേണമെന്നും സമിതി വ്യക്തമാക്കി. ഈ സായിപ്പിന്റെ ഒരു വിചാരം ശ്രീലങ്കയിലെയും നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെയാണ് ഭാരതം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാതെ പോയൊരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ നാഡീഞരമ്പുകളിലൂടെ ഒഴുകുന്നത് രാഷ്ട്രസ്നേഹം കലർന്ന രക്തമാണ്. നിങ്ങളിനി മെറ്റയല്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും ആണെങ്കിലും സോറോസ് കുറെ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ഭാവി പ്രധാനമന്ത്രിക്ക് വേണ്ടി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മറിച്ചിട്ട കസേരയൊന്ന് ഒഴിച്ചെടുക്കാൻ. പക്ഷേ അചഞ്ചലമായ വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ പുലർത്തുന്ന ഈ രാജ്യത്തിൻ്റെ ജനത തികഞ്ഞ രാഷ്ട്രസ്നേഹത്തോടെ നിലനിൽക്കുന്നിടത്തോളം സായിപ്പിൻ്റെ ഒരു പണിയും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പാറ്റ കലാപത്തിലും പ്രധാനമന്ത്രിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതിലൂടെ ലക്ഷ്യമിട്ടത് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. വാർത്തയിലേക്ക്. IT സമിതി അധ്യക്ഷൻ നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിൽ ചേർന്ന 3 മണിക്കൂറിലധികം നീണ്ട നിർണായക യോഗത്തിലാണ് മെറ്റ പ്രതിനിധികളെ MP-മാർ രൂക്ഷമായി വിമർശിച്ചത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി പങ്കുവച്ച വീഡിയോ 5 മണിക്കൂറോളമാണ് ഫേസ്ബുക്ക് തടഞ്ഞുവെച്ചത്. ഇതൊരു സാധാരണ സാങ്കേതിക പിഴവായി കണക്കാക്കാനാകില്ലെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള മനഃപൂർവ്വമായ നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പാനൽ നിരീക്ഷിച്ചു. കേവലം ഒരു ഖേദപ്രകടനത്തിൽ തീരുന്നതല്ല ഈ വിഷയമെന്നും ഇതിന് ഉത്തരവാദികളായ ജീവനക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. മെറ്റ CEO മാർക്ക് സക്കർബർഗ് തന്നെ വിഷയം ഗൗരവമായി എടുത്ത് മാപ്പ് പറയണമെന്നാണ് സമിതിയുടെ ആവശ്യം. സക്കർബർഗ് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ IT ആക്ടിലെ സെക്ഷൻ 79 പ്രകാരം മെറ്റയ്ക്ക് നൽകിയിട്ടുള്ള സേഫ് ഹാർബർ സംരക്ഷണം പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ നിഷികാന്ത് ദുബെ മുന്നറിയിപ്പ് നൽകി. വ്യാജ വാർത്തകളും സ്ത്രീകളെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന അശ്ലീല ദൃശ്യങ്ങളും തടയാൻ പരാജയപ്പെടുന്ന മെറ്റ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദേശം സെൻസർ ചെയ്തതിൽ പക്ഷപാതിത്വമുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മെറ്റ നൽകിയ സാങ്കേതിക വിശദീകരണം അപൂർണമാണെന്ന് IT മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ദിവസത്തിനകം വിശദമായ രേഖാമൂലമുള്ള മറുപടി നൽകാൻ മെറ്റയോട് പാർലമെന്ററി പാനൽ നിർദ്ദേശിച്ചു. ജനം, ഡൽഹി.